എന്താ സംഭവിച്ചത് ആന്തൂരിൽ? എന്താണ് സംഭവിച്ചത്? 3 തവണ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പാകപ്പിഴകൾ കാണിച്ചു. ടൗൺ പ്ലാനർ വന്ന് പരിശോധിച്ചു, പൊതുമരാമത്തിന്റെ വിജിലൻസ് പരിശോധിച്ചു. ഒടുവിൽ അതിന് താൽക്കാലിക ലൈസൻസ് എപ്പോഴാണ് കിട്ടുന്നത്? ഈ നഗരസഭ നിർദ്ദേശിച്ചതനുസരിച്ച് കെട്ടിടത്തിലെ പാകപ്പിഴകൾ മാറ്റിയതിന് ശേഷമല്ലേ ലൈസൻസ് കിട്ടുന്നത്? അതിൽ PK ശ്യാമള കുറ്റക്കാരിയാണെന്ന് എവിടെയെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? തെളിവുണ്ടായിരുന്നോ? നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലേ ആ റിപ്പോർട്ട്? പിന്നെ ഇങ്ങനെ നടപടിയെടുക്കുക PK ശ്യാമളയ്ക്കെതിരെ? അല്ല, ഞാനിവിടെ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് വസ്തുത അവിടെയുണ്ട്. പിന്നെ ഒരു ഫയൽ കാണാനില്ല എന്നാണ്. ഏത് ഫയല്? ഫയൽ കാണാനില്ലെന്നാണ് ലൈസൻസ് കിട്ടിയത് എപ്പോഴാ? TK ഗോവിന്ദൻ പറഞ്ഞ ഫയൽ കാണാനില്ല. എല്ലാ സംസാരത്തിലും ഒരാളുടെ മരണത്തിൽ ഇത്ര നിരുത്തരവാദിത്വം നടന്നിട്ട് ഈ 6 വർഷം മിണ്ടാതിരുന്നിട്ടാണോ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അന്ന് പറയണായിരുന്നു ഇത്ര മാന്യനായിരുന്നു, അന്ന് പറയണായിരുന്നു. അല്ല, അത് മിണ്ടായിരുന്നതിനാ ഇപ്പൊ കോൺഗ്രസിനോട് ഇല്ലാത്ത സംസ്ഥാനത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട യാതൊരു ദുരിടപെടലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ശരി, അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അല്ല സ്മൃതി, എത്ര രൂപയുടെ കടം ഉണ്ടായിരുന്നു സാജന് അറിയാമോ? 1.5 കോടി രൂപയുടെ കടം ഉണ്ടായിരുന്നു. 2 വില്ല വിറ്റ തീരാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര കോടിക്കാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്? 8 കോടിക്കാണ് നിർമ്മിക്കേണ്ടിയിരുന്നത്. എത്ര ചെലവായി? 18 കോടി. ഇതിലെ ദുർവ്യയം എടുത്ത് കാണിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഇതെല്ലാം അന്വേഷണ റിപ്പോർട്ടിൽ പുറത്തു വന്നതാണ്. അതിനുശേഷം ഇന്നേ വരെ PK ശ്യാമളയ്ക്കെതിരെയോ ആ നഗരസഭയ്ക്കെതിരെയോ ഒരു തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? ഒരു തെളിവ്? ആ തെളിവുകളൊക്കെ കാണാതായി എന്നാ പറഞ്ഞത്. പിന്നെ ദുർവ്യയം സാജന്റെ കൺവെൻഷൻ സെന്റർ പ്രവർത്തിച്ചു തുടങ്ങിയത് ഈ നിർദ്ദേശങ്ങൾ പിന്നീട് പാലിച്ചതിന് ശേഷമാണോ അല്ലയോ? അല്ല, ഇതൊക്കെ TK ഗോവിന്ദൻ തന്നെ മറുപടി പറയും. TK ഗോവിന്ദനോട് ചോദിക്കുകയാണ്, ഇതാണ് TK ഗോവിന്ദന്റെ ഫയൽ എടുത്ത് മാറ്റി. ആരാ മാറ്റിയേ? അതറിയത്തില്ല. അത് ഞാൻ അന്ന് കേട്ടു. ആ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരെടുത്ത് മാറ്റിയെന്നറിയാം? മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റികൾ ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് മാധു പറഞ്ഞ ചുവപ്പ് നാട എന്താ ആന്തൂരിൽ സംഭവിച്ചത്? ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? എന്തിനായിരുന്നു ആത്മഹത്യ? അല്ല, കുറിപ്പിനകത്ത് വികസന വിരുദ്ധരെന്ന് എഴുതിയാണ് ആത്മഹത്യ ചെയ്തത്. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? കൺവെൻഷൻ സെന്റർ 18 കോടിക്ക് നിർമ്മിച്ചു. വലിയ ചെലവുണ്ടായി. ആ സാമ്പത്തിക ബാധ്യതയുണ്ടായി. ആ സാമ്പത്തിക ബാധ്യത എടുത്തു നോക്കി മാധു വിജിലൻസ് റിപ്പോർട്ട് കണ്ടായിരുന്നല്ലോ. ആ വിജിലൻസ് റിപ്പോർട്ടിനകത്തോ പിന്നീട് വന്ന ടൗൺ പ്ലാനറുടെ റിപ്പോർട്ടിനകത്തോ ഈ കെട്ടിടത്തിന് കുഴപ്പമുണ്ടെന്നോ കുഴപ്പമില്ലെന്നാണോ എഴുതിയിരുന്നത്? കെട്ടിടത്തിന് കുഴപ്പമുണ്ടെന്ന് തന്നെയാണല്ലോ. കെട്ടിട നിർമ്മാണത്തിന്റെ കാര്യത്തിൽ പാകപ്പിഴകൾ ഉണ്ടായിട്ടും അതിൽ ഇടപെടേണ്ടായിരുന്നോ? എന്താ ചെയ്യേണ്ടിയിരുന്നു നഗരസഭാ അധ്യക്ഷ? ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ക്രമക്കേടുണ്ട് എന്ന് എഴുതി കാണിക്കുമ്പോൾ പിന്നീട് വിജിലൻസ് അതിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തുമ്പോൾ അത് പിന്നീട് ആ ക്രമക്കേട് മാറ്റിയതിനു ശേഷം കെട്ടിടം മാറ്റിയതിൽ ചില ഭാഗങ്ങൾ മാറ്റിക്കഴിഞ്ഞ ശേഷം താൽക്കാലിക ലൈസൻസ് കൊടുത്തു. അപ്പം ഇടപെടേണ്ടായിരുന്നു. താങ്കൾ പറയൂ, നടപടിയെടുക്കും എന്നെന്തിനാണ് ഇതിന്റെ പ്രശ്നം അല്ല കേരളത്തിലെ ഒരു മിനിറ്റ്, ഈ പറയുന്ന ചുവപ്പ് നാടയൊക്കെ കൃത്യമായി വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണെന്നേ. അല്ലാതെ ഞങ്ങൾക്ക് പൈസ ഒരു നിമിഷം. ഈ കെട്ടിട നിർമ്മാണത്തിൽ അപാകതയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണോ വേണ്ടയോ? വേണം. അപ്പൊ ഇതിൽ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞിട്ട് 3 തവണ നോട്ടീസ് കൊടുത്തു. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഉടമ? അല്ല, ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെ തന്നെയാണ് ലോകത്തിൽ അഴിമതി നടക്കുക. അല്ലാതെ ആരും റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച പേപ്പറിൽ കൈക്കൂലി കിട്ടിയാലേ ഇത് നടപ്പിലാകൂ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെയാണ് അഴിമതി നടക്കുന്നത്. നോക്കൂ, അദ്ദേഹമാണ് ആരോപിച്ചത്. ഈ പറയുന്ന പ്രശ്നമുണ്ടായി, ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണ്?
എന്തിനാണ്? അല്ലാതെ ഒരു റവന്യൂ സ്റ്റാമ്പ് പൊട്ടിച്ച പേപ്പറിൽ പണം വേണം എന്ന് പറഞ്ഞിട്ടല്ല എന്നല്ല. ഒരു നിമിഷം സാർ, കെട്ടിട നിർമ്മാണത്തിന്റെ ചട്ടം ലംഘിച്ചാൽ നിങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റൂ? അത് തന്നെയാണ് ഞാൻ പറയുന്നത് ഡോക്ടർ അരുൺകുമാർ. അങ്ങനെ തന്നെയാണ് ഓരോ സർക്കാർ സ്ഥാപനത്തിലും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടോ റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ടോ ലോണിന്റെ കാര്യത്തിനുമായി ബന്ധപ്പെട്ടോ രേഖകളുടെ കാര്യത്തിനോ പോയി വരുന്നവരോടൊക്കെ പൈസ തരൂന്ന് റവന്യൂ പേപ്പറിൽ എഴുതിയപ്പെട്ടിട്ടല്ല ഈ അഴിമതി നടക്കുന്നത്. ഇവിടെ പ്രശ്നമുണ്ട് കേട്ടോ, അത് പരിഹരിക്കണം. ശരി, പോകുന്നു, തിരിച്ചു വരുന്നു. ഇവിടെ പ്രശ്നമുണ്ട് കേട്ടോ, അത് പരിഹരിക്കണം. അങ്ങനെ നടന്ന് 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 മടുക്കുമ്പോഴാണ് ഈ പറയുന്ന അഴിമതി ഉണ്ടാകുന്നത്. അല്ല, അതിനുള്ള സമ്മർദ്ദം ഉണ്ടായി. ആ സമ്മർദ്ദം താങ്ങാൻ കഴിഞ്ഞില്ല. ഈ പറയുന്ന സംവിധാനം ഈ കോർപ്പറേഷനുമായി അല്ല, കൈക്കൂലി ചോദിച്ചെന്നുള്ള ആരോപണം അല്ല ഞാൻ പറഞ്ഞത്. സമ്മർദ്ദം ഉണ്ടായെന്നാ പറഞ്ഞത്. ഓരോ തവണയും ഈ കൺവെൻഷൻ സെന്റർ പ്രവർത്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ല പാകപ്പിഴ എന്ന് 100 തവണ പറയുമ്പോഴാണ് ആളുകൾ സമ്മർദ്ദപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് അഴിമതി പ്രവർത്തിക്കുന്നത്. അങ്ങനെ തന്നെ അഴിമതി പ്രവർത്തിക്കുക. അതായത് അവനവന്റെ വഴിയിൽ വരുന്നത് വരെ ഈ സമ്മർദ്ദം ചെലുത്തിയാണ് അഴിമതി പ്രവർത്തിക്കുക. അങ്ങ് പറയുന്നതാണ്. ഒരു നിമിഷം മാധു, പാകപ്പിഴയുള്ള കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കണോ വേണ്ടേ? കൊടുക്കണ്ട. പക്ഷെ ഒരു ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ല, കൊടുക്കാൻ പാടില്ല. ഇത് നോക്കൂ, എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇത് വളരെ വളരെ ക്ലിയർ ആയി, ഇതിൽ സംശയമൊന്നുമില്ല. അഴിമതി അങ്ങേക്കാണ് സംശയം. ഇത്രയേ ഉള്ളൂ. അഴിമതി ലോകത്ത് പ്രവർത്തിക്കുന്ന നാട് ഞാനോട് ചോദിക്കുന്നത് ഞാൻ പറയാൻ വേണ്ടിട്ടല്ലേ? ശരി, അപ്പൊ ഞാൻ പറയട്ടെ. അഴിമതിയും ചുവപ്പ് നാടയും പ്രവർത്തിക്കുന്നത് സാധാരണക്കാരന് ഒരു ആവശ്യവുമായി സർക്കാർ ഉദ്യോഗസ്ഥരെയോ സംവിധാനത്തെയോ സമീപിക്കുമ്പോൾ 100 തവണ അവരെ കൊണ്ട് നടത്തിച്ചിട്ട് തന്നെയാണ് ആ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് സാധന ആത്മഹത്യ ചെയ്തത്. അതിനെയാണ് ചുവപ്പ് നാടെന്ന് മലയാളത്തിൽ പറയാം. അല്ലാതെ റവന്യൂ പേപ്പർ 5 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചു വെച്ചിട്ടല്ല ആരും അഴിമതി നടത്തുന്നത്. ഞാനും പ്രസംഗിക്കാം, അതല്ല പറഞ്ഞത്. ആന്തൂരിൽ സംഭവിച്ചത് പറയും. ആന്തൂരിൽ എന്താ സംഭവിച്ചത്? ആന്തൂരിൽ കെട്ടിടത്തിന് പാകപ്പിഴയുണ്ടെന്ന് നഗരസഭ കണ്ടെത്തുന്നു. ആന്തൂരിൽ സാജൻ മരിച്ചു. അതാണ് ടൗൺ പ്ലാനർ. എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? കേരളം കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഒരുപാട് ആരോപണങ്ങൾ ആ തരത്തിൽ പുറത്തേക്ക് വന്നിരുന്നു. അതിൽ നീതി എവിടെയെങ്കിലും അഴിമതി ഉണ്ടെന്ന് എവിടെയെങ്കിലും കൈക്കൂലി വാങ്ങിയെന്ന് എവിടെയെങ്കിലും ഈ അഴിമതി എന്ന് പറഞ്ഞാലേ പച്ചനോട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല ഉണ്ടാകുന്നത്. അല്ലെ, സംവിധാനം ചെലുത്തുന്ന സമ്മർദ്ദത്തിനും അഴിമതി. ആ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തെന്ന് ആന്തൂർ സാജൻ പറഞ്ഞത് ഞാനല്ല. എന്താണ് സംഭവിച്ചതെന്ന് തെളിയിക്കപ്പെട്ടു. അതാണ് റിപ്പോർട്ട്. ഒന്നുകിൽ മാധു കണ്ടിട്ടില്ല, കാണാതെ മാധു ഈ പ്രസംഗം പറയുന്നത്. മാധു അങ്ങനെയല്ല അവിടെ സംഭവിച്ചത്. ആ കൺവെൻഷൻ സെന്ററിൽ പാകപ്പിഴ ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയത് നഗരസഭ മാത്രമല്ല, വിജിലൻസ് കൊടുത്ത എപ്പോഴാ മാറ്റിയതിനു ശേഷം ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ തീർന്നല്ലോ. ആൻജോ, ഇവർ രണ്ടുപേരും പറയുന്നത് എന്താണെന്നറിയോ? പാകപ്പിഴ ഉണ്ടെങ്കിലും നിങ്ങൾ ലൈസൻസ് കൊടുത്ത് നഗരസഭാ അധ്യക്ഷൻ രാഷ്ട്രീയമായി ആത്മഹത്യ ചെയ്യാമെന്ന് ഒരാൾ ഭീഷണിപ്പെടുത്തി ലൈസൻസ് കൊടുക്കാൻ പറ്റും? ഒരു അപാകതയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ എങ്ങനെയാണ് ആന്തൂരിലെ അപാകത കേരളം കുറെ ചർച്ച ചെയ്തു. ആന്തൂരിൽ എതിരാളിയായി ഒരു സ്ഥാനാർത്ഥി നിൽക്കാത്ത ഇടമാണ്, പേടിക്കുന്ന ഇടമാണ്. ഒരു എതിർ സ്ഥാനാർത്ഥി സമ്മർദ്ദപ്പെടുത്തിയ ബിഎൽഒ ആത്മഹത്യ ചെയ്തു. കെട്ടുറപ്പാ. പാർട്ടിയുടെ കെട്ടുറപ്പിനെ നിങ്ങൾ എന്താ പറയുന്നത്? അയ്യോ, ആ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. സ്മൃതി സാർ, ഒരു മിനിറ്റ്. ഈ വികസന വിരോധി എന്ന് പറഞ്ഞിട്ട് ഒരാള് പരാതി പിന്നെ ലെറ്റർ ഇത് ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചാൽ ആത്മഹത്യ ചെയ്യുന്നു. എന്താ എഴുതി വെച്ചിട്ട് വികസന വിരോധികൾ എന്ന് പറഞ്ഞിട്ട്? വികസന വിരോധി എന്നതിനകത്ത് വേറൊരു വാക്ക് അതിനകത്തില്ല കേട്ടോ. വികസന വിരോധി എന്നാണ്. ആ വികസന വിരോധി എന്ന് പറയുന്ന സമയത്ത് അത് കൈക്കൂലിയാണെന്നും അത് ഇതിനകത്ത് എന്താ ആക്ച്വൽ പ്രശ്നം? അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിന് നമ്പർ കിട്ടിയിട്ടില്ല, ഇതാണ് പ്രശ്നം. അതിനകത്ത് നമ്പർ കിട്ടുന്നത് അത് ചെയർപേഴ്സണാണ് കൊടുക്കുന്നത്. അല്ല, ഒരു മിനിറ്റ്, അത് ചെയർപേഴ്സണാണോ കൊടുക്കുന്നത്? അത് ചെയർപേഴ്സൺ ഒരു ചെയർപേഴ്സൺ പറഞ്ഞാൽ അവിടുത്തെ ഒരു ബിൽഡിങ്ങിന് കൊടുക്കാൻ കഴിയില്ല സ്മൃതി മേഡം. അവിടുത്തെ
ടൗൺ പ്ലാനർ ഉണ്ട്, അവിടുത്തെ എഞ്ചിനീയർ ഉണ്ട്. ഇതിനകത്ത് കൗതുകകരമായി ഇന്നത്തെ ആർഗ്യുമെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപാകതയുണ്ട്. ലൈസൻസ് നഗരസഭാ അധ്യക്ഷ ഇടപെട്ട് കൊടുക്കണം. ഒരു അപകടം ഉണ്ടായാൽ ഇതേ ആൾക്കാർ വന്ന് പറയും ഇത് ഈ വയലേഷന് ലൈസൻസ് കൊടുത്താൽ പ്രശ്നം. ഇത് വേണ്ട. ഈ നഗരസഭ ഇതിന് ഈ കൺവെൻഷൻ സെന്ററിൽ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ ബ്രേക്കിംഗ് വാർത്ത എന്താ? പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഭരിക്കുന്ന നഗരസഭയിൽ കെട്ടിടത്തിന് അപാകത ഉണ്ടായിട്ടും നഗരസഭാ അധ്യക്ഷ ഇടപെട്ട് ലൈസൻസ്. ഏതായാലും ആവശ്യം വേണ്ടല്ലോ, ഒരാൾ മരിച്ചിട്ടില്ല. എനിക്ക് പറയാനുണ്ട്, കൊലയ്ക്ക് കൊടുത്തയാൾ ബത്തേരിയിലോ സ്ഥാനാർത്ഥിയാവോ ഇല്ലയോ? എന്താ വിഷയം? വന്നിട്ടുണ്ട്. ഒരാളല്ല രണ്ടുപേര് ഒരാളല്ല പാർട്ടിയിലുണ്ടോ? അതുകൊണ്ട് കെ രമയുടെ ഭർത്താവിനെ കൊന്നവർ പാർട്ടിയിലുണ്ടോ ഇല്ലേന്ന് അന്വേഷിച്ചു. എത്ര പേരുണ്ട് അന്വേഷിക്കാൻ? ആരാണ്? കോട്ട പിളരുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. ആരാണത്രേ? യെസ് സ്മൃതി, തർക്കം തോക്കുമ്പോൾ അല്ലെങ്കിൽ ശബ്ദം ഉയർത്തുക. ലളിതമായി വാട്ടർ ബോട്ടിൽസിലേക്ക്. വിജയന്റെ ആത്മഹത്യക്ക് ശേഷം എന്ത് നടപടിയെടുത്തത്? വിജയന്റെ ആത്മഹത്യക്ക് ശേഷം ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്നു. ആ നഷ്ടപരിഹാരം കൊടുത്തല്ലോ എനിക്ക് യോജിപ്പില്ല. എങ്ങനെയാണ് കൊടുത്തതെന്നൊക്കെ കണ്ണൂരിൽ അങ്ങേക്ക് മറുപടി പറയേണ്ടി വരും. ഒരു മിനിറ്റ്. എൻ.എം. വിജയന്റെ ആത്മഹത്യയിൽ DCC പ്രസിഡന്റ് പ്രതി, അവിടുത്തെ MLA പ്രതി, എന്നിട്ട് അവർ രണ്ടുപേരും പാർട്ടിയിലിരിക്കുക.